കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്നൊരു കഥ വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ ഇന്ന് കഥ വായിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് ഈ കുട എന്റെ പുന്നാരക്കുട. കഥ എഴുതിയിരിക്കുന്നത് ഉണ്ണി അമ്മയമ്പലം. ഈ പുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ബാബുരാജൻ എന്നൊരങ്കിളാണ്. ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നതോ നമ്മുടെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും. കഥ വായിക്കാം. തേനും വയമ്പും എന്നാണ് ആ കുട്ടികളുടെ പേര്. അവർ മുറ്റത്ത് ചെളിമണ്ണിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ നിലവിളി കേട്ടത്. ഒന്ന് മാറി നിൽക്കാമോ? ഞാനൊന്ന് പൊയ്ക്കോട്ടെ. കളി നിർത്തി ആ കുട്ടികൾ ചുറ്റും നോക്കി. എവിടെ നിന്നാണ് ആ ശബ്ദം? ആരെയും കാണുന്നില്ലല്ലോ. ഒന്ന് മാറി നിൽക്കാമോ? ഞാനൊന്ന് പൊയ്ക്കോട്ടെ. വീണ്ടും ആ ശബ്ദം കുട്ടികൾ കേട്ടു. കുട്ടികൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ചോദിച്ചു, ആരാണ് നീ? എന്റെ പേര് വേര്. വേരോ? കുട്ടികൾ പരസ്പരം നോക്കി. ഞങ്ങൾക്ക് നിന്നെ മനസ്സിലായിട്ടില്ല, അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഞാനൊരു പാവം വേരാണ്. ദേ, നിങ്ങൾ താഴേക്ക് നോക്ക്. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന കുഴഞ്ഞ മണ്ണിന് താഴെ ഞാനുണ്ട്. നിങ്ങൾ എന്റെ പുറത്ത് ചവിട്ടിയാണ് നിൽക്കുന്നത്. നിങ്ങൾ അവിടെ നിന്ന് മാറിയാൽ എനിക്ക് താഴേക്ക് പോകാമായിരുന്നു. അപ്പോഴാണ് അവർ വേരിനെ കണ്ടത്. കുഴഞ്ഞ മണ്ണ് മാറ്റി നോക്കിയപ്പോൾ മണ്ണിര പോലെ ഒരു വേര്. നീ എങ്ങോട്ട് പോകുന്നു? കുട്ടികൾ ചോദിച്ചു. ഞാൻ താഴേക്ക് പോകുന്നു, വേര് പറഞ്ഞു. നീ എന്തിനാ താഴേക്ക് പോകുന്നത്? കുട്ടികൾ ചോദിച്ചു. വേര് ദൂരെ ഉണങ്ങി നിൽക്കുന്ന ഒരു മരത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടി. കണ്ടോ ആ മരത്തെ? അതിന്റെ വേരാണ് ഞാൻ. ഭക്ഷണവും വെള്ളവും കിട്ടാതെ നിൽക്കുകയാണ് ആ മരം. ആ മരത്തിന്റെ വിശപ്പ് മാറ്റാനാണ് ഞാൻ താഴേക്ക് പോകുന്നത്. കുട്ടികൾ ചിരിച്ചു. നല്ല കഥ തന്നെ. താഴെ വല്ല ഹോട്ടലോ ചായക്കടയോ ഉണ്ടോ നിനക്ക് ഭക്ഷണം തരാൻ? ഒരു തമാശ കണക്കെ അവർ ചോദിച്ചു. വേരിന് വിഷമമായി. സങ്കടത്തോടെ വേര് പറഞ്ഞു, കളിയാക്കാതെ. ഞങ്ങൾ മരങ്ങളുടെ വേരുകൾ ഭക്ഷണവും ജലവും എടുക്കുന്നത് മണ്ണിനടിയിൽ നിന്നാണ്. പക്ഷെ ഇപ്പോൾ ഈ കണ്ട മണ്ണെല്ലാം വരണ്ടുണങ്ങി പാറ പോലെയായി. ഒരു തുള്ളി വെള്ളം ഈ മണ്ണിനടിയിൽ എങ്ങുമില്ല. അതുകൊണ്ടാണോ നീ താഴേക്ക് പോകുന്നത്? കുട്ടികളുടെ ചോദ്യം. അതെ, അവിടെ അങ്ങ് താഴെ ഒരു ചെറിയ അരുവിയുണ്ട്. ആ അരുവിയിൽ നിന്ന് മരത്തിന് ദാഹം തീർക്കാനുള്ള വെള്ളം കിട്ടും. പക്ഷേ നീ പെട്ടെന്നൊന്നും അവിടെ എത്തില്ലല്ലോ. ആ അരുവി അങ്ങ് ദൂരെയല്ലേ? അതെ, അതാണ് എന്റെ സങ്കടം. ഞാൻ ആ അരുവിയിൽ എത്തുന്നതിന് മുമ്പ് ആ മരം ചിലപ്പോൾ താഴെ വീണു പോകും. പക്ഷേ എനിക്ക് ആ അരുവിയിലേക്ക് പോയേ പറ്റൂ. വേരിന്റെ വിഷമം കേട്ടപ്പോൾ കുട്ടികൾക്കും സങ്കടമായി. അവർ ചോദിച്ചു, ഞങ്ങൾ നിന്നെ സഹായിക്കട്ടെ? എങ്ങനെ? വേര് ചോദിച്ചു. കുട്ടികൾ വേരിനടുത്തിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആ മരച്ചോട്ടിൽ ഞങ്ങൾ വെള്ളമൊഴിക്കാം. വേരിന് സന്തോഷമായി. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? വേരിനോട് ചേർന്നിരുന്നു കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെയ്യും. എല്ലാ ദിവസവും ഞങ്ങൾ ആ മരച്ചോട്ടിൽ വെള്ളമൊഴിക്കും. അങ്ങനെ ആ മരത്തെ ഞങ്ങൾ വളർത്തും. ഇന്നു മുതൽ നീയും ആ മരവും നമുക്ക് കൂട്ടുകാരാണ്, നല്ല കൂട്ടുകാർ. വേരിന് സന്തോഷമായി. സന്തോഷം വന്നപ്പോൾ വേര് കരഞ്ഞുപോയി. രണ്ടുപേരോടുമായി വേര് പറഞ്ഞു, നിങ്ങൾ എത്ര നല്ല കുട്ടികളാണ്. കുട്ടികൾ നല്ലവരാകുന്നത് ഇങ്ങനെയാണ്. നല്ലത് ചെയ്ത് ചെയ്ത് നല്ല കുട്ടികളാകും. ഇതാണ്
വെള്ളം അന്വേഷിച്ചു പോയ പാവം വേരിന്റെ കഥ. കഥയോടൊപ്പം നമുക്കൊരു പാട്ടുകൂടി പാടിയാലോ? മണ്ണ് തുരന്നേ വഴിയുണ്ടാക്കും മണ്ണിര പോലൊരു വേര്, നനവുകൾ നോക്കി ഓടി നടക്കും പാമ്പു കണക്കൊരു വേര്, വേരിന് മുകളിൽ തൊണ്ട വരണ്ട് വേദനയോടൊരു വൃക്ഷം, അവർക്ക് നൽകാൻ ചോറും ജലവും തേടി നടക്കും വേര്. ഒന്നുകൂടി പാടാം. മണ്ണ് തുരന്നേ വഴിയുണ്ടാക്കും മണ്ണിര പോലൊരു വേര്, നനവുകൾ നോക്കി ഓടി നടക്കും പാമ്പു കണക്കൊരു വേര്, വേരിനു മുകളിൽ തൊണ്ട വരണ്ട് വേദനയോടൊരു വൃക്ഷം, അവർക്ക് നൽകാൻ ചോറും ജലവും തേടി നടക്കും വേര്. ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥയും കവിതയും. കുഞ്ഞുമണികളെ, ഈ കുട എന്റെ പുന്നാരക്കുട എന്ന ഈ പുസ്തകത്തിൽ വേറെയും കഥകളുണ്ട് കേട്ടോ. ഈ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളും മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ പ്രകൃതിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്ക് സ്റ്റാളുകളിലാണ് ഈ പുസ്തകം ലഭിക്കുന്നത് കേട്ടോ. ഇതിന്റെ പേര് ഈ കുട എന്റെ പുന്നാരക്കുട. കഥ ഇഷ്ടമായോ? നിങ്ങളും ഇതുപോലെ വൃക്ഷത്തെ താങ്ങി നിർത്തുന്ന വേരുകളെ സഹായിക്കാൻ ശ്രമിക്കുമോ? വേര് പറഞ്ഞ കാര്യം എപ്പോഴും ഓർക്കണേ. നല്ലത് ചെയ്ത് ചെയ്ത് നല്ല കുട്ടികളാകും. ഇനി ഇന്നത്തെ കഥയോടൊപ്പം ഒരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ട്. ദ്യുതി, ധ്യാൻജിത്ത്, സംസ്കൃതി ശ്രീജിത്ത് നായർ, ഇസിൻ ഇറിൻ ഷാ, ജീവൻ സൂര്യ, കല്യാണി അനീഷ് ശ്രീകുമാർ, എയ്തൻ തോമസ്, ഋതുവർണ എൻ വി, റാഹേൽ മിറിയം അഗസ്റ്റിൻ, തൻവി, ആത്രേയ മനു, അറ്റ്ലാന ബോബൻ, നിഹാര ഋതു, വിയാൻ ആര്യൻ, നിറവ്, നിവേദ്, അർണവ് ശ്രീരാജ്, ദക്ഷിത് വിവേക്, ഒലീവിയ സൂസൻ, ജുവാൻ ജോൺ ജൂബി, അയാൻ ഡി അതുൽ, സത്യനാരായണി, ശങ്കർ മഹാദേവൻ, ജഗൻ വി ആർ, ആദിലക്ഷ്മി, ആദിദേവ്, കേശുകുട്ടൻ, ഇസിൻ ഇബാദ്, ഹെവനിക് ജോഹാൻ നിഖിൽ, ശ്രീക ജയകൃഷ്ണൻ, ചേതൻ കെ രഞ്ജു, ഗൗതമി നവനീത്, സിയ ലക്ഷ്മി, മറിയം കാത്രീൻ ലിൻഡോ, കൃത്വിക് ടി, ശ്രാവൺ, ആരാധ്യ എസ് ഡി, ഇവാൻ നീൽ, ഈദൻ ലിയോ, കൃതിക വാണി, ഇഷാനി, ഹരിൻ, അമേര റോസ് പ്രീതിഷ്. ഇനി നമ്മുടെ പിറന്നാൾ കുട്ടികൾ: അദ്വൈ, അൻവിക അപർണ സുശാന്ത്, സൈരന്ദ്രി അരുൺ, ശിവാനി സരുൺ, ശിവന്യ സരുൺ, അദ്വൈത വി, റയാൻഷ് രാജീവ്, ഹൃദയ് ആരിൻ, ആദം. പിറന്നാൾ കുട്ടികൾക്ക് പിറന്നാൾ ആശംസകൾ. സ്നേഹമറിയിച്ച എല്ലാ ചക്കര കുട്ടികൾക്കും ചക്കരയുമ്മ ഉമ്മ. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണം എന്നുണ്ടെങ്കിൽ ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വരണേ. പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ പേരുകൾ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യൂ. അടുത്തു വരുന്ന 2 കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.